പാലേരി മാണിക്ക് എല്ലാവരും പാലേരി മാണിക്ക് തന്നെ അതൊരു ഓഫ് ബീറ്റ് പടമല്ലേ ബ്രോ? അത് പുതിയ ഓഫ് ബീറ്റ് പടം ഇറക്കിയാൽ ഇത് തന്നെയാണ് അവസ്ഥ. എത്ര പേര് വരും ബ്രോ? വിചാരിച്ച മമ്മൂക്കയുടെ ഇൻട്രഡക്ഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റില്ല. അത്ര നമ്മളിങ്ങനെ പിടിച്ചെടുത്ത് കണ്ടത്. നമ്മൾ എത്രയോ പ്രാവശ്യം കൈരളി ടി വിയിലൊക്കെ കണ്ട പടമാണ്. പക്ഷേ ആദ്യമായിട്ട് തിയേറ്ററിൽ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ എക്സ്പീരിയൻസിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഒരുപാട് പ്രാവശ്യം കൈരളിയിൽ കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ ഇപ്പോൾ കുറേ ദിവസമായി ഡിലീറ്റ് ആക്കിയെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ ഇടയ്ക്ക് കയറി നോക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ കാണാറില്ല. പടം ഗംഭീര പടം. നമ്മളിപ്പം ഓൾറെഡി കണ്ടിട്ടുള്ള പടമാണ്. പക്ഷേ വീണ്ടും 4K അറ്റ്മോസിൽ കാണുമ്പം, ഡോൾബിയിൽ കാണുമ്പോൾ കുറേ രസമായിട്ടുണ്ട്. രണ്ടാമത് ഞാൻ ഒരു കട്ട ലാലേട്ടൻ ഫാനാണ്. പക്ഷേ എനിക്ക് ഈ പടം ഞാൻ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ ഫാൻസിനോടൊപ്പം, മമ്മൂക്ക ഫാൻസ് അവരുടെ ഒരു പരിപാടി ഉണ്ട്, അതിൽ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്, ഗസ്റ്റായിട്ട് വന്നതെന്ന് വെച്ചാൽ അവരോടൊപ്പം ഞാൻ പിന്നെ കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ അവരോടൊപ്പം ഇരുന്ന് പടം മുഴുവൻ കണ്ടിട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച മമ്മൂക്കയുടെ ഇൻട്രഡക്ഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റില്ല. അത്ര നമ്മളിങ്ങനെ പിടിച്ചെടുത്ത് കണ്ടത്. നമ്മൾ എത്രയോ പ്രാവശ്യം കൈരളി ടി വിയിലൊക്കെ കണ്ട പടമാണ്. പക്ഷേ നമ്മൾ ഈ ഒരു 4K ഡോൾബി അറ്റ്മോസിൽ ഈ ഒരു ഫീലിൽ കാണുമ്പോൾ, നിങ്ങൾ ഈ പടം കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നോർമൽ തിയേറ്ററിൽ പോയി കാണാതെ ഒരു 4K തിയേറ്ററിൽ തന്നെ കാണണം. ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഏരീസ് പ്ലക്സിലെ ഓഡി 1 മസ്റ്റ് വാച്ചബിൾ ആണ്. എവിടെ ഉള്ളവരാണെങ്കിലും വന്ന് അതിൻ്റെ അകത്ത് നിന്ന് കണ്ട അത്ര അടിപൊളിയുണ്ട്. ആ സ്ക്രീൻ പ്രസൻസ് ഒക്കെ മമ്മൂക്കയുടെ ആ ഒരു സാധനമൊക്കെ ഗംഭീരമായിട്ടുണ്ട്. അപ്പം നിങ്ങൾ കഴിവെങ്കിലും ഈ മൂവി 4K തിയേറ്ററിൽ തന്നെ കാണണം. വാച്ചബിളാണ്, എന്താ പറയുക, റീ വാച്ചബിളാണ്. എനിക്കൊരു പ്രാവശ്യം കൂടെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഫാൻസിൻ്റെ ഒക്കെ ഒരു വെള്ളത്തിൻ്റെ ഇടയിലായതുകൊണ്ട് എല്ലാം അങ്ങ് കറക്റ്റായിട്ട് കേൾക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇനി വീണ്ടും ഒന്നുകൂടെ കാണണമെന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 4Kയിൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ സിനിമ റിലീസ് ചെയ്യുന്നത് കാണാൻ വരുന്നത്. ഞാൻ എൻ്റെ 6ാം വയസ്സിൽ കണ്ടിട്ടുള്ള സിനിമയാണ്. അതിനുശേഷം എനിക്കിപ്പോൾ 30 വയസ്സായി. 24 വർഷത്തിന് ശേഷം കാണുമ്പോൾ അതിൻ്റെതായൊരു സന്തോഷമുണ്ട്. ഞാൻ പുള്ളിയുടെ വലിയ ഫാനുമാണ്. ഗംഭീരമായിട്ടുണ്ട്. മൊത്തത്തിൽ സൂപ്പറാണ്. എല്ലാവരും നല്ല നിറഞ്ഞ കയ്യടിയായിരുന്നു സ്ക്രീനിൽ എല്ലാവരും വന്നപ്പോഴേ. ഏകദേശം 10-11 ആർട്ടിസ്റ്റ് ഉണ്ട് മരിച്ചുപോയവർ. അവരെല്ലാം അതിൽ കാണുമ്പോഴേ വലിയ സന്തോഷമാണ്. നല്ല പടം കൊള്ളാം. നല്ല പടമാണ്. ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ എക്സ്പീരിയൻസിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. നല്ല പടം. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നല്ല പടം. സൗണ്ട് എഫക്റ്റ് എല്ലാം നല്ല റീസ്റ്റോറേഷൻ ഏറ്റവും നല്ലപോലെ ചെയ്തിരിക്കുന്ന. വിഷ്വൽ ആയാലും ഓഡിയോ ആയാലും ഏറ്റവും നല്ലപോലെ ചെയ്തിരിക്കുന്നത്. നമുക്ക് 100% നമുക്ക് ആസ്വദിക്കാം ഈ സിനിമ തിയേറ്ററിൽ നിന്ന്. അത് നല്ല സിനിമയാണ്. അടിപൊളിയായിരുന്നു ബ്രോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പറഞ്ഞാൽ ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയ സ്ക്രീനിൽ കണ്ടിട്ട് വലിയ സ്ക്രീനിൽ 4Kയിൽ ഡോൾബി അറ്റ്മോസിൽ മമ്മൂക്കാനെ കാണാൻ പറ്റുന്ന തന്നെ മുണ്ടൊക്കെ മടക്കി കുത്തി പറഞ്ഞ തന്നെ ഒരു ഗൂസ് ബമ്പാണ്. തുടക്കത്തിൽ നിന്നേ തുടങ്ങും ഗൂസ് ബംസ്. പടത്തിൻ്റെ ടൈറ്റിലിൽ നിന്നേ തുടങ്ങും ഗൂസ് ബംസ്. നിങ്ങൾ നൊസ്റ്റാൾജി അടിക്കാൻ വേണ്ടി വന്നാൽ മതി, കിട്ടിക്കോളും. ഇപ്പോൾ പാലേരി മാണിക്ക് എല്ലാവരും പാലേരി മാണിക്ക് തന്നെ അതൊരു ഓഫ് ബീറ്റ് പടമല്ലേ ബ്രോ? അത് പുതിയ ഓഫ് ബീറ്റ് പടം ഇറക്കിയാൽ ഇത് തന്നെയാണ് അവസ്ഥ. എത്ര പേര് വരും ബ്രോ? റിപ്പോർട്ട് ഇറങ്ങിയിട്ടല്ലേ പോകും. അത് തന്നെയാണ് നമ്മളെല്ലാവരും. ഞാൻ ഒരിക്കൽ കണ്ട പടമാണ് പാലേരി മാണിക്കം എന്നുള്ളത്. ഒരു അവാർഡ് ടച്ച് പടം, അത് അവാർഡ് കിട്ടിയ പടം. അത് ആ ഒരു രീതിക്ക് വന്ന പടത്തിന് റിലീസ് ചെയ്യുമ്പോഴും അതിനുള്ള അത്രയ്ക്കുള്ള ഓഡിയൻസേ വരുള്ളൂ. ആ ഓഡിയൻസ് വന്നു, ഒരു പടം കണ്ടു, പടം മാറി. ഇതൊരു മാസ് മസാല പടമാണ്. അതിനുള്ള ഓഡിയൻസ് വരുന്നുണ്ട്. ഇനി അത് ഇതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ആൾക്കാർ ഇനിയും വരും. പഴയത് കണക്കല്ല, തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ എന്താ പറയാനാ, എത്ര കണ്ടാലും മതിയാകത്തില്ല. മമ്മൂട്ടിൻ്റെ പടം അതിൻ്റെ നമുക്ക് വീണ്ടും വീണ്ടും കാണാനേ തോന്നത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും തിയേറ്ററിൽ വന്ന എക്സ്പീരിയൻസ് ആയാലും മനസ്സിലാകത്തുള്ളൂ. വീഡിയോ ക്വാളിറ്റി ഒരു രക്ഷയില്ല ബ്രോ. പിന്നെ സൗണ്ട് എഫക്റ്റ് ആയാലും കാര്യങ്ങളായാലും ഏരീസ് ആയതുകൊണ്ടല്ല, ആ ഒരു എഫക്റ്റ് ഉണ്ട് ഇവിടെ. അടിപൊളിയാണ്. കാരണം ഞാൻ ജനിക്കുന്ന മുമ്പേ ഇറങ്ങിയതാണ് സിനിമ. അപ്പോൾ പുതിയ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നെല്ലാം സൗണ്ടൊക്കെ നല്ല അറ്റ്മോസ്ഫിയർ ഇവിടെ തന്നെ കാണണം. എന്നാലും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നല്ല കിട്ടുള്ളൂ. ഒരുപാട് പ്രാവശ്യം കൈരളിയിൽ കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ ഇപ്പോൾ കുറേ ദിവസമായി ഡിലീറ്റ് ആക്കിയെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ ഇടയ്ക്ക് കയറി നോക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ കാണാറില്ല. പക്ഷേ ഇപ്പോൾ സന്തോഷമായില്ല.